ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? രോഗങ്ങൾ വരാതിരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. രോഗം മനസ്സിലായി, പക്ഷേ രോഗം വരികയും ചെയ്യുന്നു. മനസ്സിലായോ? പണ്ടെന്നത്തെക്കാളും രോഗങ്ങൾ വളരെ കൂടുതൽ ഉള്ളൊരു കാലഘട്ടമാണ്. നമ്മൾ എല്ലാവിധ ഇതുമുണ്ട് അല്ലേ, വലിയ വലിയ സംവിധാനങ്ങളുണ്ട്, പക്ഷേ രോഗങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാം പഴയ ശൈലിയിലേക്ക് പോകണം. പണ്ടത്തെ ആ രീതിയൊക്കെ ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? രാവിലെ എഴുന്നേൽക്കുക ഏറ്റവും പ്രധാനതാണ്. ഇപ്പോൾ രാവിലെ നമ്മളെ പിള്ളേരൊക്കെ എഴുന്നേൽക്കുക 9 മണിക്കൊക്കെയാണ്. അത് മാറി രാവിലെ എഴുന്നേൽക്കുക, ഒരു 5-5:30 മണിക്കെങ്കിലും എഴുന്നേൽക്കുക. സൂര്യോദയമൊക്കെ ഒന്ന് കാണുക. സൂര്യനെയൊക്കെ ഒന്ന് കാണുന്നത് വളരെ നല്ലതാണ്. സൂര്യൻ്റെ രശ്മിയിൽ നിന്ന് വിറ്റാമിൻ ഡി ഒക്കെ നമ്മൾ പ്രവേശിക്കുകയുള്ളൂ. പിന്നെ കുറച്ച് വ്യായാമം ചെയ്യണം, സ്ഥിരമായ വ്യായാമം ചെയ്യുക. പിന്നെ യോഗാസനങ്ങൾ കുറച്ച് ചെയ്യുക. ധ്യാനം, മെഡിറ്റേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനം അതാണ്. ധ്യാനം വളരെ പ്രധാനപ്പെട്ട, ഈശ്വരനുമായിട്ട് നമ്മൾ ഈശ്വര വിചാരം അല്ലേ, അത് വളരെ ഇതാണ്. ഏത് മതമായാലും ശരി, എല്ലാവരും മതങ്ങളൊക്കെ ഈശ്വരനെ പറ്റി പറയുന്നുണ്ട്. ഏത് മതമായാലും ശരി, ആ ഈശ്വരനോടുള്ള ബന്ധം, ഈശ്വരനാണല്ലോ ഇതെല്ലാം സൃഷ്ടിച്ചത്. ഈശ്വരൻ്റെ ഇതാണ് എല്ലാം. ദൈ വിൽ ബി ഡൺ, നോട്ട് മൈൻ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അതായത് ഭഗവാനാണ് എല്ലാം ചെയ്യുന്നത്, മനസ്സിലായ? അപ്പോൾ ആ ഇതോടുകൂടി, മനോഭാവത്തോടുകൂടി ഈശ്വരനെ സമർപ്പണം ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം മനുഷ്യൻ ചെയ്യുന്നത്. അങ്ങനെയാണ് രോഗങ്ങൾ മിക്കവാറും വരാതെ ഇരിക്കും. പക്ഷേ രോഗങ്ങളിൽ നിന്ന് നമ്മൾ അകലും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.